നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനും. പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമാണെന്നാണ് വിവരം. ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് നേരത്തെ വിട്ടയച്ചതാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ജ്വല്ലറി വ്യവസായി ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നു. ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി 15 ലക്ഷം രൂപയ്ക്ക് ഗോവർദ്ധന് വിറ്റതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചത്. ശബരിമലയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 70 ലക്ഷം രൂപയോളം വാങ്ങിയതായും ഗോവർദ്ധൻ മൊഴിയിൽ പറയുന്നുണ്ട്. പലതവണയായി 70 ലക്ഷത്തോളം രൂപ വാങ്ങിയതായിട്ടാണ് സ്വർണ്ണ വ്യാപാരിയായി ഗോവർദ്ധൻ മൊഴി നൽകിയത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ വച്ചുരുക്കിയ ശേഷം ബാക്കി വന്ന 476 ഗ്രാം ഗോവർദ്ധന് വിൽക്കുകയായിരുന്നു. ഈ സ്വർണം അന്വേഷണ സംഘം ബെല്ലാരിയിൽ നിന്നാണ് കണ്ടെടുത്തത്. ശബരിമല മേൽശാന്തിയുടെ സഹായി എന്ന് പറഞ്ഞാണ് ഗോവർദ്ധനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം സ്ഥാപിച്ചതും. ഗോവർദ്ധൻ അടക്കമുള്ളവർ ശബരിമല ദർശനത്തിനെത്തുമ്പോൾ എല്ലാവിധ സൗകര്യവും പോറ്റി ഏർപ്പാടാക്കി. 10 വർഷമായി പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ചെന്നൈയിലെ മന്ത്രിയും സ്മാർട്ട് ക്രിയേഷൻസും ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു. സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി തന്നെയാണ് ഈ മന്ത്രയുടെയും ഉടമ. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് ബ്രാൻഡാണ് ഈ മന്ത്ര. ഈ 2 സ്ഥാപനങ്ങളും ചെന്നൈയിൽ ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറവുമായാണ് പ്രവർത്തിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 2019 തങ്കപ്പാളികൾ ഏറ്റെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യമാണ്. ഇയാൾ ഈ പാളികൾ ആദ്യം ബംഗളൂരുവിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഹൈദരാബാദിൽ വെച്ച് നാഗേഷ് എന്ന പേരുള്ള ഒരാളുടെ പക്കലാണ് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. നാഗേഷ് 39 ദിവസം ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ കൈവശം വയ്ക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികളുമായി എത്തിയത്. എന്നാൽ വിജിലൻസ് റിപ്പോർട്ടിൽ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയത് യഥാർത്ഥ പാളി അല്ല എന്നാണ് സംശയം ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ ഹൈദരാബാദിൽ വെച്ച് എന്ത് സംഭവിച്ചുവെന്നതാണ് എല്ലാ ദുരൂഹതകൾക്കും കാരണമായത്. 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ഹൈദരാബാദ് മന്ത്രയിലേക്കാണോ എന്നും നാഗേഷ് മന്ത്രയുമായി ബന്ധപ്പെട്ട ആളാണോ എന്നുമായിരുന്നു സംശയമേറുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ള സ്ഥാപനമാണ് ഈ മന്ത്ര. ചെന്നൈയിൽ ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ GST അഡ്രസ്സിൽ 2 സ്ഥാപനങ്ങൾക്കും 2 പോസ്റ്റ് ഓഫീസാണ്. ഹൈദരാബാദിലെ മന്ത്ര ഗോൾഡ് കോട്ടിംഗ്സിന്റെ ഫ്രാഞ്ചൈസിയും പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ളതെന്നാണ് സംശയമേറുന്നത്. സെക്കന്ദരാബാദിൽ പ്രവർത്തിക്കുന്ന മന്ത്ര ഗോൾഡ് കോട്ടിംഗ്സ് എന്ന ഈ സ്ഥാപനം 2019 ഏപ്രിൽ 1 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സ്ഥാപനം ഗോൾഡ് പ്ലേറ്റിംഗ് സർവീസസ്, ഗിഫ്റ്റഡ് പൂജ റൂം കൺസെപ്റ്റ്, ടെമ്പിൾ ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതായി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത് 2019 ജൂലൈയിലാണ്. ആ സമയത്ത് മന്ത്രിയുടെ ഹൈദരാബാദ് ഫ്രാഞ്ചൈസി അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. മന്ത്രിയിലേക്കാണ് നാഗേഷ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെങ്കിൽ അവിടെ വെച്ച് ഇത് ഉരുക്കി മാറ്റുകയോ അല്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയോ ചെയ്തു എന്ന സംശയം ഉയർന്നുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളി പങ്കജ് ഭണ്ഡാരിയുടെ കൈവശം തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നും അവിടെ വെച്ചാണ് പാളിയിൽ മാറ്റങ്ങൾ സംഭവിച്ചതെന്നുമാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. 1998 സെപ്റ്റംബർ 4 വ്യവസായി വിജയ് മല്യയാണ് ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞത്. 2019 ജൂലൈ 6 2 ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും താൻ പുതുതായി സ്വർണം പൊതിഞ്ഞ് നൽകാമെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി നേടുകയായിരുന്നു. അതേ മാസം 19 തന്ത്രിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പാളികൾ അഴിച്ചെടുത്തു. ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. 42.8 കിലോഗ്രാം ഭാരമാണ് സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. പിറ്റേന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർ പിൻവാങ്ങി. അന്ന് ഈ പാളികളുമായി പോറ്റി പോയത് ബംഗളൂരുവിലേക്കെന്ന് ദേവസ്വം വിജിലൻസിന് പിന്നീട് സൂചനയും കിട്ടി. ഹൈദരാബാദിൽ നിന്ന് പുതിയ ചെമ്പുപാളികൾ ബംഗളൂരുവിൽ എത്തിച്ചതായും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് മാറ്റിയെന്ന് വിവരങ്ങൾ പുറത്തുവന്നു. ഓഗസ്റ്റ് 29 സന്നിധാനത്തു നിന്ന് അഴിച്ചതിന്റെ 39ാം ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ പാളി എത്തിച്ചു. പൂർണ്ണമായും ചെമ്പ് പാളികളാണെന്ന് MD പങ്കജ് ഭണ്ഡാരി പറയുന്നുണ്ട്.
അവിടെ വെച്ച് തൂക്കിയപ്പോൾ 38.25 കിലോഗ്രാം, 4.541 കിലോയുടെ കുറവ്. സ്വർണം പൂശിക്കഴിഞ്ഞപ്പോൾ ഭാരം 38.653 കിലോയിലേക്കെത്തി. പിന്നീട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നാട്ടിലേക്ക് തിരിച്ചു. യാത്രയ്ക്കിടെ പലയിടത്തും പാളികൾ പ്രദർശിപ്പിച്ചു. 9-ന് കോട്ടയം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനും പൂജയ്ക്കും ശേഷം പിറ്റേന്ന് ശബരിമലയിലേക്ക് പുറപ്പെട്ടു. സെപ്റ്റംബർ 11 തിരുവോണ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പാളികൾ ദേവസ്വം ഏറ്റുവാങ്ങി. രാത്രി നട അടച്ച ശേഷം ശില്പത്തിൽ ചേർത്തു. 2025 സെപ്റ്റംബർ 7 പാളികൾക്ക് മങ്ങലുണ്ടായെന്ന വിലയിരുത്തലിൽ വീണ്ടും സ്വർണം പൂശാൻ 7-ന് അഴിച്ചുമാറ്റി. പിറ്റേന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. തന്നെ അറിയിക്കാതെ ഇവ കൊണ്ടുപോയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. പിന്നാലെ 2019 താൻ സ്വർണം പൂശി നൽകിയപ്പോൾ 2 താങ്ങുപീഠങ്ങൾ അധികമായി നൽകിയെന്ന വാദവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെത്തി. അത് ദേവസ്വത്തിന്റെ കൈവശമുണ്ടെന്നും അതിൽ നിന്നുള്ള സ്വർണം ഇപ്പോഴത്തെ ആവശ്യത്തിന് തികയാതെ വന്നാൽ എടുക്കാമെന്നും മെയിൽ അയച്ചുവെന്നും വെളിപ്പെടുത്തൽ. 28-ന് ശബരിമലയിൽ സമർപ്പിച്ചുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പീഠങ്ങൾ സഹോദരിയുടെ വെഞ്ഞാറമൂടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തത്. 2019 ലഭിച്ചത് ചെമ്പുപാളികളാണെന്നും അതിലാണ് സ്വർണം പൂശി നൽകിയതെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അന്ന് സ്വർണം പൂശാൻ താൻ 1/2 കിലോഗ്രാം സ്വർണം വാങ്ങിയിരുന്നതായി വിവാദത്തിന്റെ ആദ്യ നാളുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയും ചെയ്തു. ഇതിൽ 397 ഗ്രാം മാത്രമേ ആവശ്യമായി വന്നുവെന്നും ബാക്കി സ്വർണം കൊണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിൽ ഒരു മാല പണിതു നൽകി എന്നുമാണ് പോറ്റി പറഞ്ഞത്. പിന്നീട് 3-മതും സ്വർണം പൂശി തിരികെ എത്തിച്ച പാളികളിൽ ആകെ 407 ഗ്രാം സ്വർണമുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. 2019 പാളികൾ അഴിച്ചെടുക്കുമ്പോൾ അതിൽ 800 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. നവീകരണ ശേഷം 54 ദിവസം കഴിഞ്ഞ് സന്നിധാനത്ത് തിരികെ എത്തിച്ചപ്പോൾ സ്വർണത്തിന്റെ അളവ് 397 ഗ്രാമായി. അതായത് മല്യയുടെ സ്പോൺസർഷിപ്പിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ച 800 ഗ്രാം എവിടെയെന്നതിനാണ് ഉത്തരമില്ലാതായത്. 1998 100 പവൻ സ്വർണമാണ് 2 ശില്പങ്ങളിലെയും ചെമ്പുപാളി പൊതിയുവാൻ വേണ്ടി വന്നതെന്ന് വിജയ് മല്യയുടെ സമർപ്പണമായി സ്വർണം പൊതിയൽ നടന്നപ്പോൾ സന്നിധാനത്തുണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാൾ പറഞ്ഞത്. ചെമ്പ് പാളികളാണ് തനിക്ക് ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ശരിയാണെങ്കിൽ മല്യ നൽകിയ 100 പവൻ എവിടെ പോയി എന്നതിലേക്കാണ് പിന്നീട് അന്വേഷണം നീളുക. 1998 ശില്പങ്ങളിൽ ക്ലാഡിംഗ് രീതിയിൽ സ്വർണം പിടിപ്പിച്ചിരുന്നതായിട്ടാണ് അന്നത്തിന് നേതൃത്വം നൽകിയിരുന്ന ചെന്നൈയിലെ ശില്പി അന്തരിച്ച നാഗരാജൻ തന്നോട് പറഞ്ഞതായി ചെമ്പ് വ്യാപാരിയായ സെന്തിൽനാഥൻ വ്യക്തമാക്കിയത്. പോറ്റി സ്വർണം പൂശുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപക പണപ്പിരിവ് നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയത് പണപ്പിരിവിന് വേണ്ടിയാണെന്നാണ് വിജിലൻസ് സംശയിച്ചത്. ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തിത്തീർത്ത് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണമുയർന്നു. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നുവെന്ന വിവരവും നേരത്തെ പുറത്തുവന്നതാണ്. സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവമായ കുറ്റകൃത്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് അത്തരത്തിൽ ഗുരുതര പരാമർശമുയർത്തിയത്. SITക്കെതിരെയും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേസ് അന്വേഷണത്തിൽ അലംഭാവം കാണിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ മുന്നറിയിപ്പ് വന്നത്. അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിക്കുകയായിരുന്നു. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അത് നശിപ്പിക്കുവാൻ കൂട്ടുനിന്നുവെന്നും സംരക്ഷകർ തന്നെ വിനാശകരായി മാറുകയാണെന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവാണ് പിന്നീട് പുറത്തുവന്നത്.